അയൺ ഹാർട്ട് സീസൺ 1 മാർവൽ ഫക്ഡ് അപ്പ് അഗെയിൻ. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം അത്രയും ഒരു ഷിറ്റ് ഷോയാണ് ഇത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ ഒരു ഷോ കണ്ടു തീർക്കുക എന്നുള്ളതല്ലാണ്ട് ഇതിനകത്ത് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു മൊമെൻറ്റ് പോലും ഇല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിൻ ക്യാരക്ടറായിട്ടുള്ള റീറി വില്യംസ് ഉണ്ട്. ഇത്രയും ഡിപ്രസിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ഇതൊക്കെയാണ് മാർവലിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. യങ് അവഞ്ചേഴ്സിൽ ഒരു ലീഡിങ് റോളാണ് ഈ പറയുന്ന റീറി വില്യംസ്. ഈ ക്യാരക്ടറിനെയൊക്കെയാണ് പിടിച്ചിട്ട് മാർവലിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇത്രയും ഡിപ്രസിംഗ് ആയിട്ടൊരു ക്യാരക്ടർ. അതായത് ഒരു കാര്യമില്ലാണ്ട് വെറുതെ ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ഇത് ഒരുമാതിരി മറ്റേ മലയാളം സീരിയൽ കാണുന്ന പോലെയാണ് എനിക്ക് ഈ സാധനം കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അതും ഓരോ എപ്പിസോഡ് 50 മിനിറ്റൊക്കെ ഉണ്ട്. വെറുതെ ഒരു കഥ എന്ന് പറയുന്നത് ഇല്ലാണ്ട് വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് ഓക്കെ മെഫിസ്റ്റോനെ കാണിക്കും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായിരിക്കും അതെന്ന് അറിയാനായിട്ട് മെഫിസ്റ്റോയുടെ ഒരു ഹ്യൂമൻ വെർഷനെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ അത് മെഫിസ്റ്റോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊരു സീരീസ് എടുത്തതാണ് ഇവർ. അല്ലാണ്ട് ഇത് റീറി വില്യംസിൻ്റെ കഥ എന്നൊന്നും പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അയൺ ഹാർട്ടിനെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാനേ താല്പര്യമില്ലായിരുന്നു. പിന്നെ വന്നപ്പോൾ കണ്ടതാണ്. ഇത് പഴയ പോലെ തന്നെ മാർവൽ ഈ പറയുന്ന മിസ് മാർവലും ഷീ ഹൾക്കിലും ഒക്കെ കാണിച്ച് അതേ അപരാധം തന്നെയാണ് ഇവിടെയും കാണിച്ചിട്ടുള്ളത്. അയ്യോ ഒരു രക്ഷയില്ല. ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ മെസ്ഡപ്പാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ സീസൺ 2 വരുമോ അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഒന്നും അപ്ഡേറ്റ് ഒന്നും വന്നിട്ടൊന്നുമില്ല. എന്തായാലും ഫസ്റ്റ് സീസൺ കൊണ്ട് തൊലച്ചിട്ടുണ്ട്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം.